നിലവിലുള്ള ഈ ദേവാലയം നിർമ്മിച്ചിട്ട് ഏതാണ്ട് 300 വർഷങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ദേവാലയത്തിൻ്റെ സവിശേഷത ഈ ദേവാലയത്തിൽ മുഴുവൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മധുബഹായിൽ മാത്രമല്ല, മധുബഹായുടെ ഇരുവശങ്ങളിലും അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ സീലിങ്ങിൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബൈബിളിനടുത്തിലുള്ള വിവിധ സംഭവങ്ങൾ ആണ് ഈ ചിത്രങ്ങളിലൂടെ പ്രദർശിക്കപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇലച്ചായങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾ അത് നിലനിൽക്കുന്നു. കാര്യമായ മെയിൻ്റനൻസ് ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതായ കാര്യമാണ്. ശ്രീലങ്കയിൽ നിന്നുള്ള 2 വിദഗ്ധരായുള്ള കലാകാരന്മാരാണ് ഈ ചിത്രപ്പണിയെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ദീർഘകാലത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് മനോഹരമായിട്ടുള്ള ഈ ദേവാലയം മറ്റെങ്ങും നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സാണ് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. അതുപോലെ ഈ ദേവാലയത്തിൻ്റെ മധുബഹ നമുക്ക് കാണുന്നത് മനോഹരമായ ഇതേ സാമ്യമുള്ള മധുബഹകൾ പലയിടത്തും കാണുമെങ്കിലും ഇത്രമാത്രം പൂർണ്ണതയുള്ള പെർഫെക്ഷനോട് നിർമ്മിച്ചിട്ടുള്ള മധുബഹകൾ വളരെ വിരളമായിട്ട് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഈ ചമ്പക്കുളം ദേവാലയത്തിൻ്റെ, ഈ ബസിലിക്ക ദേവാലയത്തിൻ്റെ ഒരു സവിശേഷത തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. ഈ ദേവാലയത്തിൽ കാണുന്ന മറ്റൊരു സവിശേഷത, അന്ന് മൈക്ക് ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ പ്രസംഗത്തിന് വേണ്ടി പ്രസംഗപീഠമായിട്ട് പുൾപിറ്റ് ഇവിടെ ദേവാലയത്തിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അത് മുകളിൽ കാണുന്ന ആ പുൾപിറ്റിൽ വന്നാണ് അന്ന് വൈദികർ ദൈവജനത്തോട് വചനം പ്രഘോഷിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ മൈക്ക് വന്നതിന് ശേഷം അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നതും നമ്മുടെ കാണുവാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ ഈ ദേവാലയത്തിൽ കാണുന്ന മറ്റൊരു സവിശേഷത, ഇവിടെ ഒരു ഭണ്ഡാരം നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ ഭണ്ഡാരം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മരിച്ചു പോകുന്ന സ്ത്രീകളുടെ താലി ദേവാലയത്തിന് സംഭാവന നൽകുന്ന പതിവ് ഉണ്ടായിരുന്നു. ആ പതിവനുസരിച്ച് അത് ആളുകൾക്ക് നിക്ഷേപിക്കുവാൻ വേണ്ടി ആണ് ഈ ഭണ്ഡാരം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിപ്പോഴും ഈ ദേവാലയത്തിനുള്ളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ദേവാലയത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് ഒത്തിരിയേറെ സവിശേഷതകളുള്ളതാണ്. സാധാരണ ദേവാലയങ്ങൾ നമ്മൾ കാണുന്ന യോസേപ്പ് പിതാവിൻ്റെ രൂപമല്ല ഈ ദേവാലയത്തിലുള്ളത്. കഴുതപ്പുറത്തിരിക്കുന്ന മാതാവും മാതാവിൻ്റെ മടിയിലിരിക്കുന്ന ഉണ്ണീശോയും കഴുതയെ തെളിച്ചുകൊണ്ട് പോകുന്ന യോസേപ്പ് പിതാവും അടങ്ങുന്ന തിരുക്കുടുംബത്തിൻ്റെ ചിത്രമാണ് ഇവിടെ ഈ ദേവാലയത്തിലുള്ളത്. ഉണ്ണിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത ആ തിരുക്കുടുംബത്തിൻ്റെ ചിത്രമാണ് യോസേപ്പ് പിതാവിൻ്റെ രൂപമായിട്ട് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്നത് അതിൻ്റെ വലിയ സവിശേഷതയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട് ദൈവപദ്ധതി നടപ്പിലാക്കുവാനായിട്ട് പുറപ്പെടുന്ന യോസേപ്പ് പിതാവിൻ്റെ മഹനീയമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുതന്നെ തീർച്ചയായിട്ടും ഈ ചിത്രം ഒത്തിരിയേറെ ഭക്തരായിട്ടുള്ള ആളുകളെ ഈ ദേവാലയത്തിലേക്ക് ആകർഷിക്കുന്ന ഒന്നാണ് എന്ന് തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും.